ഓരോ കുടുംബങ്ങളിലും ഈ ജപമാല പ്രാർത്ഥന ഉയർന്നപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വൈദികരും സന്യസ്തരൊക്കെ ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ആത്മാർത്ഥമായി നമ്മൾ ജപമാല ചൊല്ലാൻ ആരംഭിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ശാപബന്ധനങ്ങളല്ല, ഒരു തിന്മയുടെ, ഒരു അന്ധകാരത്തിന്റെ, ഒരു ശക്തിയും നിന്നെ തൊട്ടുപോകില്ല. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43-ാം തിരുവചനം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ ദൈവമക്കളെ, ഞാൻ ജപമാല പിടിച്ചാണ് നിൽക്കുന്നത്. ജപമാല മാസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ശരിക്കും കർത്താവിൻ്റെ അമ്മ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാനുള്ള ഭാഗ്യമുള്ള ഒരു മാസമാണ്. കാരണം നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ ഈ ജപമാല ഉരുട്ടാൻ പോവാണ്. ഈ ജപമാല ശക്തി തിരിച്ചറിയാൻ പോവാണ്. അതെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഓരോ കുടുംബങ്ങളും അറിയാൻ പോവാണ്. സാത്താൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഈ ജപമാലയാണ്. ഈ ജപമാലയല്ല ഉദ്ദേശിച്ച, ഈ ജപമാല ഉരുട്ടുമ്പോൾ, ആ വചനം ഉരുട്ടുമ്പോൾ, ആ വചനത്തിന്റെ ശക്തിയാല് ഇല്ലേ, ഇന്ന് കുടുംബങ്ങളിലേക്കൊക്കെ സാധാരണ കയറിയെല്ലാൻ വളരെ എളുപ്പമാണ്. കാരണം അതിന്റെ റുട്ടീൻ ഒക്കെ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ സാധാരണ കുടുംബങ്ങളിലൊക്കെ പ്രഭാതത്തിലും സായാഹ്നത്തിലൊക്കെ ഒരു നിശ്ചിത സമയത്ത് ജപമാല പ്രാർത്ഥനകളുണ്ട്. സന്ധ്യ നാമം, സന്ധ്യ പ്രാർത്ഥന ഇല്ലേ, ക്രൈസ്തവ കത്തോലിക്ക കുടുംബങ്ങളിലെല്ലാം അത് നിർബന്ധ. അത് പ്രഭാതത്തിലുണ്ട്, രാത്രിയുടെ യാമങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ദേവാലയങ്ങളിലെ മണിയടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. പ്രത്യേകം നിങ്ങൾ എവിടെ കളിക്കുകയാണെങ്കിലും ശരി, പഠിക്കുകയാണെങ്കിലും ശരി, കുളിക്കുകയാണെങ്കിലും ശരി, ആ വൈകിട്ട് 7 മണിയുടെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് വന്ന് മുട്ടൂത്തണം. മുട്ടൂത്തി കർത്താവിന്റെ മാലാഖയ്ക്ക് ചൊല്ലി ആ പ്രത്യേകിച്ച് വ്യക്തിപരമായ കൊന്ത പ്രാർത്ഥന നിർബന്ധമാണ്. അതിനുശേഷം പിന്നീട് 8 മണിക്ക് ശേഷം എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണം. ദൈവമക്കളെ, ഓരോ കുടുംബങ്ങളിലും ഈ ജപമാല പ്രാർത്ഥന ഉയർന്നപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വൈദികരും സന്യസ്തരൊക്കെ ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? അവർ ലോകത്തിന്റെ അതിർത്തികളിലേക്ക് എത്തി. മലയാളികൾ എത്താത്ത സ്ഥലങ്ങളിലല്ലോ. പ്രത്യേകമായി ഞങ്ങൾ മിനിസ്ട്രി ഇന്റർസെഷൻ ഫോർ ഇന്ത്യയാണ്. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഏകദേശം 14 വർഷമായി ഇന്ത്യക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. മിനിസ്ട്രി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റിൽ എന്നാ പറയുക, ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ എല്ലാ മുക്കും മൂലയിൽ ഏകദേശം 7 റൗണ്ടായി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. 7 റൗണ്ട് ജപമാലയും പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ മൊത്തം ഇറങ്ങിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രകളിലൊക്കെ ഞങ്ങൾ മനസ്സിലായത്, എവിടെ ചെന്നാലും സിസ്റ്റേഴ്സുണ്ട്, അച്ഛന്മാരുണ്ട്. അതായത് അവിടെ മലയാളികളുണ്ട്, മലയാളി അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. അതാണ് നാഗാലാൻഡിൽ പോയാലും, ഹിമാചലിൽ പോയാലും, ജമ്മു കാശ്മീർ പോയാലും, എന്നു വേണ്ട നോർത്ത് ഈസ്റ്റോ ആണോ, അല്ലെങ്കിൽ എവിടെ പോയാലും, ഏത് കാട്ടുമുക്ക ചെന്നാലും, മിസോറാം ഏത് കാട്ടുമുക്ക ചെന്നാലും ഞങ്ങളുടെ അനുഭവത്തില് അവിടെ മലയാളിയായ സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നത് അവരുടെ ജീവിതത്തിലേക്ക് തങ്ങൾക്ക് തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ആ ലഭിച്ച ആ ജപമാല പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാലെ ഒക്കെ ലഭിച്ച ആ ധൈര്യം. ചില സിസ്റ്റേഴ്സൊക്കെ പറയാറുണ്ട്, ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ കന്യാസ്ത്രീ ആയപ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ഇന്ത്യയുടെ റോഡ് പോലും ഇല്ലാത്ത ചില സ്ഥലത്ത് കൂടെ ഒറ്റയ്ക്കും ഈ 2 പേരുടെ ഭാഷകൾ അറിയാതെ തന്നെ ട്രൈബൽസിന്റെ ഇടയിലേക്കൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ, പിന്നീട് അവർക്ക് വേണ്ട സ്കൂളുകളും അല്ലെങ്കിൽ ആതുരാലയങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ശക്തി. എന്റെ ദൈവമക്കളെ, ഈ ഒരു ശക്തി ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസത്തില് നമ്മള് ഈ ഒരു വെറുതെ ഒരു ജപമാല വർഷാചരണം എന്ന് മാത്രമല്ല, ലൂക്ക 1:43 പറഞ്ഞ പോലെ, എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്, എലിസബത്ത് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിന്റെ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നാളെ മുതലേ തുടക്കം ആരംഭിക്കുമ്പോൾ ഈ ജപമാലയുടെ ശക്തി നമ്മൾ തിരിച്ചറിയണം. ശരിക്കും
ഈ ജപമാല ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ 22 വർഷമായി ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ട്, അതെ, ഈ ജപമാല ഒരു ദിവസം മിനിമം ഒരു 4 പൂർത്തിയാക്കാൻ മാക്സിമം നോക്കുന്നത്. അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടല്ല, പ്രത്യേകിച്ച് ഒരു സമ്പൂർണ്ണ ജപമാല ക്രിസ്തുവിന്റെ ജനനം വരെ ഉത്ഥാനം വരെ ധ്യാനിക്കാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ജനനം മുതൽ ഉത്ഥാനം വരെ ധ്യാനിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊക്കെ മനുഷ്യരാണ്. ഒരുപാട് ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഒരുപാട് ബലഹീനതകളും കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ ബലഹീനതകളിലേക്ക്, ഈ കുറവുകളിലേക്ക് ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി കാനായിലെ കല്യാണ വിരുന്നിന് പരിശുദ്ധ അമ്മ ചെന്നതുപോലെ നമ്മളെ സഹായിക്കാൻ പരിശുദ്ധ അമ്മയുണ്ട്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. പരിശുദ്ധ അമ്മയെ കുറിച്ച് എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം. എന്താണെന്നറിയോ? ആ ഭാഗ്യം ചെയ്ത പരിശുദ്ധ അമ്മ ആ എലിസബത്തിനെ അഭിവാദ്യം ചെയ്തപ്പോൾ എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എൻ്റെ ദൈവമക്കളെ, സഭ നമ്മുടെ അടുത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു പറയുന്നത് എന്നാ പറയുന്നത്? എന്നാ കാരണം? ചുമ്മാ ഇങ്ങനെ അത്ര വ്യായാമം ചൊല്ലാനല്ല, മറിച്ച് ഓരോ രഹസ്യങ്ങളും നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഓരോ സ്വർഗസ്ഥനായും അന്നൊന്നുള്ള ആഹാരം നന്മ നിറഞ്ഞ പറയുകയും നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ബസ്സിലായിരിക്കാം, ബൈക്കിലായിരിക്കാം, ഒപ്പം തന്നെ ഇന്ന് ഞാൻ രാവിലെ ധ്യാനമന്ദിരത്തിലേക്ക് പോകുമ്പോൾ, രാവിലെ വണ്ടിയിൽ പോകുമ്പോൾ പക്ഷെ അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിക്കുവാൻ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഈ ജപമാലകള് നമ്മളിങ്ങനെ ചൊല്ലി 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 പോകുന്ന ദൈവമക്കളെ, ഈ ഒരു അഭിഷേകം ഒന്ന് അറിയുമ്പോൾ എന്നാ സംഭവിക്കാന്നറിയോ? പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മളിൽ വന്നെന്നറിയും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വന്നെന്നറിയുമ്പോൾ നമ്മുടെ കുറവുകളെ നിറവുകളാക്കും, നമ്മുടെ കുറവുകളെ ബലഹീനകളെ ശക്തിപ്പെടുത്തും പരിശുദ്ധാത്മാവ്. ഈ വചനം നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാൻ 15:3 പറയുന്നു, അവിടുത്തെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറുന്നു. വചനം നിമിത്തം, അതായത് ഓരോ സ്വർഗസ്നായ നിറഞ്ഞ പറയുന്നതൊക്കെ തിരുവചനങ്ങളാണ്. ഒപ്പം തന്നെ രഹസ്യങ്ങൾ, സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും ദുഃഖത്തിന്റെയും മഹിമയുടെ ഒക്കെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ മുഴുവൻ ദൈവത്തിന്റെ വചനങ്ങളാണ്, സത്യമാണ്. ദൈവത്തിന്റെ സത്യമായ വചനങ്ങൾ, ആ വചനം നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേ നമ്മൾ വ്യക്തിപരമ ചൊല്ലി, കുടുംബത്തിൽ ചൊല്ലി, ദേവാലയങ്ങൾ ചൊല്ലി, നമ്മുടെ നാട് മുഴുവൻ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ നിറയപ്പെടും. തിന്മയുടെ അന്ധകാരത്തിന്റെ കെട്ടുകള് ശാപ ബന്ധനം എന്ന് പറയുമ്പോൾ ഓടുമെന്റെ ദൈവമക്കളെ, ഈ ശാപങ്ങളും ബന്ധനങ്ങളും അഴിയുവാൻ അല്ലേ നമ്മൾ കുരുക്കഴിക്കുന്ന മാതാവ്. അങ്ങനെ പല മാതാവും പല സ്ഥലങ്ങളെ കുറിച്ച് പ്രതീക്ഷിക്കുകയും എൻ്റെ ദൈവമക്കളെ ഞാൻ പറയുന്നതെന്ന് അറിയോ, ആത്മാർത്ഥമായി നമ്മൾ ജപമാല ചൊല്ലാൻ ആരംഭിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ശാപബന്ധനങ്ങളല്ല, ഒരു തിന്മയുടെ, ഒരു അന്ധകാരത്തിന്റെ ഒരു ശക്തിയും നിന്നെ തൊട്ടുപോകില്ല. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ തൊട്ടുപോകില്ല. അതാണ് ആ സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ എന്ന് പറയുന്നത്. സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ ഓടി ഇന്ത്യയുടെ ലോകത്തിന്റെ അതിർത്തികൾ വരെ ഓടി ഇന്ന് സുവിശേഷമായി മാറണമെങ്കിൽ ഈ ജപമാലയോ ഒപ്പം തന്നെ ഉത്തരയോ ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഓടുമ്പോഴുണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ അനുഭവിച്ചറിയണം. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് തെറ്റൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഈ ജപമാല ചൊല്ലുന്നതും അല്ലെങ്കിൽ ബൈബിൾ വായനയും ഇതൊക്കെ തെറ്റുപറ്റിയിട്ടൊന്നുമില്ല. കത്തോലിക്ക സഭ ഏത് കാര്യത്തിലേക്ക് കിടക്കുമ്പോഴും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ജപമാലകൾ ഓർക്കാം. ജപമാണി അത് ഒരു ദിവസം 4 ജപമാലയെങ്കിലും നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നവര് 4 ജപമാല, സമ്പൂർണ്ണ ജപമാല ചൊല്ലി നമുക്ക് ദണ്ഡമോചനമൊക്കെ ഉണ്ട്. ഇതിന് ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ദണ്ഡമോചനം, പൂർണ്ണ ദണ്ഡമോചനമൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും സഭയുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടുകൂടെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ആ ഭാഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ.